ഹായ്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻറ്റിലാണ്. ഇവരെ കണ്ടപ്പോഴത്തേക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അതിലുപരി നമുക്കൊരു പ്രൗഡ് മൊമെൻറ്റിലാണ്. ബിക്കോസ് 2017 എജുവേൾഡ് ത്രൂ അഡ്മിഷൻ എടുത്ത് സപ്രോഷ്യ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയ മുഹമ്മദ് യാസിൻ ആൻഡ് ആ സമയത്ത് ഫുള്ളി സപ്പോർട്ടായിട്ട് നിന്ന ഫാദറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഐ തിങ്ക് ഞാൻ മുഹമ്മദ് യാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലും ബെറ്റർ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഹായ്, ഐ എം ഡോക്ടർ മുഹമ്മദ് യാസിൻ. ഞാൻ 2017 സപ്രീഷ്യ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷൻ എടുത്ത എജുവേൾഡ് വഴി അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് ഐ എം വെരി ഡിലൈറ്റഡ് ടു ബി എ സ്മോൾ പാർട്ട് ഓഫ് എജുവേൾഡ് ആൻഡ് എ പാർട്ട് ഓഫ് സപ്രീഷ്യ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. യാസിൻ്റെ സ്വപ്നത്തിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് യാസിൻ്റെ ഫാദർ. ഓഫ് കോഴ്സ് പാരൻസ് ആയിരിക്കും അവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു സാറിനെയും കൂടി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സാറിൻ്റെ പേര്? എൻ്റെ പേര് ഷറഫ് കുട്ടി. ഞാൻ ആലപ്പുഴ വഴിച്ചേരി MMA UP സ്കൂളിലെ അധ്യാപകനാണ്. എൻ്റെ മകൻ ഡോക്ടർ മുഹമ്മദ് യാസിൻ. മുഹമ്മദ് യാസിൻ അഡ്മിഷൻ എടുത്തത് എജുവേൾഡ് വഴിയാണ്. എജുവേൾഡ് വഴി ഉക്രൈനിലെ സാപ്രോഷ്യ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുകയും അവിടെ നിന്ന് വളരെ വിജയകരമായി ആ MBBS പഠനം പൂർത്തീകരിക്കുകയും തിരിച്ച് ഇവിടെ വന്ന് FMG ടെസ്റ്റ് പാസ്സാകുകയും ചെയ്ത ആ തന്നെ മുഹൂർത്തത്തിലാണ് ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. എഡ്യൂക്കേറ്റഡ് എടുത്ത ആ റിസ്ക് നമുക്ക് ഭാവിയിൽ മറ്റു വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഇനിയും എഡ്യൂക്കേഷന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. സർ, ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആ സമയത്ത് 2017 പിള്ളേരൊക്കെ അബ്രോഡൊക്കെ പോകാനായിട്ട് ഓൾമോസ്റ്റ് ആ ഒരു ഫ്ലോ തുടങ്ങിയിട്ടുള്ളൂ. ആ സമയത്ത് സാറിന് ടെൻഷൻ ഉണ്ടായിരുന്നു യാസിനെ അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ? കാര്യം ആദ്യകാലത്ത് ഈ എബ്രോഡ് പഠിക്കുക എന്ന് വെച്ചാൽ വളരെ അപ്രാപ്യമായ ഒരു സംഭവം പോലെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആലപ്പുഴ ഒരു ഗ്രാമപ്രദേശമുള്ള വിചാരിച്ചിരുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളതിന് റിസ്ക് എടുത്തു എന്നുള്ളതാണ് കാര്യം. നമ്മളൊരു മകൻ ഡോക്ടറായി കിട്ടുക എന്നുള്ളത് ഏതൊരു പേരൻറ്റിൻ്റെയും അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി എഡ്യൂക്കേഷനെ വിശ്വാസം ഏൽപ്പിച്ച് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് ഉടനെ തന്നെ അവിടെ ഏൽപ്പിക്കുകയും നമ്മൾ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആദ്യത്തെ ബാച്ചിൽ തന്നെ നമ്മൾ ആദ്യത്തെ ആ 100 പേരിൽ തന്നെ നമ്മൾ വിദേശത്ത് പോവുകയും ഉക്രൈനിലെ പഠനം പൂർത്തീകരിക്കാനും അവരെ നല്ല രൂപത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാനും എൻ്റെ മോന് സാധിച്ചത് എജുവേൾഡ് വഴിയാണ്. താങ്ക് യു സോ മച്ച്. യാസിൻ എങ്ങനെയായിരുന്നു ഈ എജുവേൾഡിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ MBBS അബ്രോഡ് പോയി പഠിക്കാം എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തിയ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഞാൻ ഫസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിലാണ് എജുവേൾഡ് എന്ന് പറഞ്ഞ പേര് കേൾക്കുന്നത്. ഞങ്ങൾ വന്നിട്ട് ഒരു മീറ്റിങ്ങിനായിട്ട് കൊച്ചിയിലെത്തി. അന്നേരം തന്നെ നമ്മൾ ഉറപ്പിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റി ഏതാണ് അതെല്ലാം നമ്മൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് വന്നതാണ്. സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ഇന്റർവ്യൂ ഒരു എന്താണ് അവിടെ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി പോയത്. പക്ഷേ നമ്മൾ അവിടെ സർട്ടിഫിക്കറ്റ് കൊടുത്തത് കാരണം അത്രയും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അവിടുത്തെ നമ്മുടെ വൈസ് റെക്ടറും ദിവ്യ മാമും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവിടെ. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സപ്രീഷ്യ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴും അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നതിൽ വളരെ ഹാപ്പിയാണ്. ഫൈൻ. എനിക്ക് തോന്നുന്നു യാസിനെ ആ ഒരു 6 years ജേർണിയിൽ കോവിഡ് നമ്മൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് വാർ ഫേസ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രീവിയസ് മൊമെന്റ്സും കിട്ടും. ലൈക്ക് ഞങ്ങൾക്കും അത് കേൾക്കുന്ന ഞങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് കൂടിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേർണി കടന്നു പോയത്? വളരെ ഹാർഡായിരുന്നു. കോവിഡ് വന്നപ്പോഴും വാർ വന്നപ്പോഴും എല്ലാം ഭയങ്കര ഹാർഡായിരുന്നു. ബട്ട് വി സർവൈവ്ഡ്, അത്രേ പറയാനുള്ളൂ. അതിനെക്കുറിച്ച് അധികം പറയുന്നത് ഉചിതമല്ല. എല്ലാവർക്കും അറിയാം എന്ത് കഷ്ടപ്പെട്ടിട്ടാണ്. ബട്ട് വി സർവൈവ്ഡ്. ഓക്കെ, ഗുഡ് ഗുഡ്. സർ, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഡോക്ടേഴ്സിനോട് സർ മകന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇന്നൊരു ഡോക്ടർ ഇങ്ങനെയാണ്. ഓഫ് കോഴ്സ് സാർ ഒരു അധ്യാപകനാണ്, സാറിന് നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. ഇനി വരാൻ പോകുന്ന നമ്മുടെ ഭാവി സ്റ്റുഡൻസിനോട് എന്താണ് സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്? കാരണം ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് അപ്രാപ്യമാണ്. അതുകൊണ്ട് തന്നെ വിദേശത്ത് പഠിച്ചു, അതുകൊണ്ട് തന്നെ അവിടെ വളരെയധികം ബുദ്ധിമുട്ടുവാൻ തയ്യാറാവുകയും അതുപോലെ തന്നെ നമ്മൾ വിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ നീക്കുകയും ചെയ്താൽ ഉറപ്പായിട്ടും പ്രത്യേകിച്ച് എജുവേഡ് ഒരു കൺസൾട്ടൻറ്റ് നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അവർ വഴി പോകുവാനും അതുപോലെ തന്നെ അവർ വഴി അത് നേടിയെടുക്കുവാനും നമുക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഉള്ള ഒരു പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ തീർച്ചയായും നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ ഭാവി തലമുറയ്ക്കും ഒരു ഡോക്ടേഴ്സിനെ സൃഷ്ടിച്ചെടുക്കുവാൻ സർവശക്തൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് ഉറപ്പാണ്. യാസിനോട് ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ. അതായത് കോഴ്സൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്. ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FMG കിട്ടോ ഇല്ലയോ? അതിനുള്ളൊരു തെളിവാണ് യാസിൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ FMG ഒക്കെ ക്ലിയർ ആയി. അതെങ്ങനെയായിരുന്നു? അത് ഹാർഡായിരുന്നോ പഠിച്ചെടുക്കാനായിട്ട്? അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത് FMG എന്ന് പറയുന്നത് ഒരു ഈസി പ്രോസസ്സ് ആണോ? എന്താണ് യാസിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്?
നമ്മൾ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച ബേസിക്സ് ഒന്നുകൂടെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക്സും നമ്മൾ കുറച്ച് വീഡിയോസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബാലികറാമലയൊന്നും അല്ല FMG. എല്ലാവർക്കും പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ബട്ട് ദർ വാസ് ലോ പാസ് പെർസെൻറ്റേജ്. പക്ഷെ എല്ലാവർക്കും ഇനിയുള്ള അറ്റംപ്റ്റിൽ എല്ലാവർക്കും പാസ്സാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി വരാൻ പോകുന്ന, അതായത് ഈ അബ്രോഡ് പഠിക്കാൻ പോകുമ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ആസ് എ കൗൺസിലർ ഞാനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇന്ത്യൻ സിസ്റ്റം അല്ല അബ്രോഡ് എന്ന് പറയുന്നത്. ഇവിടത്തെ പോലെ സ്പൂൺ ഫീഡിങ് സിസ്റ്റം അബ്രോഡ് ഇല്ല. അതിൽ എന്തെങ്കിലും റിയാലിറ്റി ഉണ്ടോ ഇല്ലയോ? അതെ, ഉണ്ട്, റിയാലിറ്റി ഉണ്ട്. നമ്മള് ഡെയിലി എക്സാംസ് ഉണ്ട് അവിടെ. നമുക്ക് നാളെ പഠിക്കണം, ഇന്ന് പഠിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു തരാൻ അവിടെ ആരുമില്ല. നമ്മുടെ പേരൻസ് ആണെങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ എബ്രോഡ് പഠിക്കുമ്പോൾ ഇവിടുത്തെ നാട്ടിൽ പഠിക്കുന്നത് പോലെയല്ല, അതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മുടെ ഒരു വിൽ പവറും നമുക്ക് പഠിക്കണം, നമുക്കിത് ക്ലിയർ ചെയ്യണം എന്നിട്ടുള്ള ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എബ്രോഡ് പോയി പഠിച്ച് നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. നമ്മൾ അത്ര ഈസി ആയിട്ട് നമുക്ക് അവിടെ ക്ലാസ്സിൽ പോകണ്ട, കറങ്ങി നടക്കാം എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് ഡെയിലി എക്സാംസ് ഉണ്ട്. 100% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇയർ കഴിഞ്ഞു പോകാൻ പറ്റുള്ളൂ. Anyway, thank you so much for your information and sharing your experience. എന്തായാലും ഐ വിഷ് യു ഗുഡ് ലക്ക്. നല്ലൊരു അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ആയിട്ട് വളരട്ടെ. ഇന്ത്യ അറിയപ്പെടുന്ന തന്നെ ഒരു ഡോക്ടർ ആവട്ടെ. അച്ഛൻ്റെ ആഗ്രഹം എന്താണ് അതുപോലെ തന്നെ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. EduWorld.